എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയായിട്ടാണ് കേട്ടോ. കാരണം നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് കമൻറ്റ് ചെയ്ത് ഞാൻ അപ്പം പോയി വായിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. എനിക്ക് അത്രയും പ്രചോദനമായിരുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ്. ഞാൻ അത്രയും താഴേക്ക് പോയി ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് പോയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ ഇന്നലത്തെ വരെ. പക്ഷെ ഞാൻ ഇന്ന് ഫുൾ പവറായിട്ട് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ പഴയതുപോലെ ഫുൾ പവറായിട്ട് ഇരിക്കാനാണ് എൻ്റെ ശ്രമം. കാരണം ആരൊക്കെ നമ്മളെ താഴ്ത്താൻ ശ്രമിക്കുന്നവരും നമ്മളെ ഉയർത്താൻ ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ആരുമില്ല, എനിക്ക് ഒന്നുമില്ല എന്ന് ഞാൻ വിചാരിച്ച ഒരു സിറ്റുവേഷനിലാണ് ഈ വീഡിയോ ഇട്ടതും. ഇത്രയും ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്, എന്നെ ഒന്നും അറിയാത്ത ഇത്രയും പേര് എന്നെ സപ്പോർട്ട് ചെയ്തതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എത്ര നന്ദി പറയണം എന്ന് പോലും എനിക്കറിയില്ല. അത്രയും സന്തോഷമുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെ കമൻറ്റാണ് എന്നെ വീണ്ടും ഇതിലേക്ക് തന്നെ എത്തിച്ചത്. കാരണം ദൈവം നമുക്ക് ചിലപ്പോൾ ഇതായിരിക്കും തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതായിട്ട് മുന്നോട്ട് പോവുക. കാരണം ഒരു പരിധി വരെ എന്തെങ്കിലും വേറെ കിട്ടുന്നത് വരെ ഞാൻ ഇതിൽ പിടിച്ച് നിൽക്കണമല്ലോ. അത് എനിക്കറിയാം, എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് അവരുടെ കരച്ചിൽ കേട്ട പോവാതിരിക്കാൻ പറ്റില്ല. എത്ര നിർത്താൻ ശ്രമിച്ചാലും നിർത്താൻ പറ്റാത്ത ഒരു ജോലിയാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ഇന്നലെ അത് സ്വന്തമായിട്ട് മനസ്സിലായിട്ട് മറ്റുള്ളവർ നമ്മളെ എത്ര പണിയെടുപ്പിച്ച് പൈസ ഉണ്ടാക്കിക്കോട്ടെ, ദൈവം എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ടല്ലോ, എനിക്കത് മതി കേട്ടോ. വേറെ ഒന്നും വേണ്ട. എന്തായാലും പട്ടിണിയൊന്നും കിടക്കാൻ പോകണില്ലല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ വീഡിയോ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോയി നിങ്ങളുടെ ഈ സപ്പോർട്ട് മാത്രം മതി കേട്ടോ എനിക്ക് ഇനി മുന്നോട്ടുള്ള ലൈഫ് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി ഞാൻ വീണ്ടും പറയുന്നു കേട്ടോ. അപ്പോൾ പതിവ് പോലെ തന്നെ ഞാൻ എൻ്റെ ഉച്ചത്തെ ഡ്യൂട്ടി ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും. അപ്പോൾ ഞാനിതാ എൻ്റെ വെള്ളം കൊടുക്കലിലേക്ക് കടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എല്ലാവരുടെ തൊഴുത്തൊക്കെ അടിച്ചിട്ട് നല്ല സെറ്റായതിന് ശേഷം മാത്രമാണ് കേട്ടോ വെള്ളം കൊടുക്കാനായിട്ട് നിൽക്കുക. അപ്പം അല്ലാതെ നമ്മൾ വൃത്തിയില്ലാത്ത തൊഴുത്തിലൊന്നും കയറിയിട്ട് വെള്ളം കൊടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഞാനിതാ ഓരോരുത്തർക്കുള്ള തീറ്റൊക്കെ വട്ടകയിലാക്കി കൊടുന്ന് വെച്ചിട്ട് അത് നനച്ച് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ അവർ വേഗം കുടിച്ച് തീർക്കുമല്ലോ. നമ്മളെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഓരോരുത്തരും നിൽക്കുന്നുണ്ടാവുക. ഞാനിന്ന് ഉച്ചയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ. പക്ഷെ ഞാൻ ഉച്ചയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നായക്കുട്ടീനെ കുളിപ്പിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി ഓരോരുത്തർ കരയുന്നത് കണ്ടപ്പോൾ ഉണ്ടല്ലോ, സത്യം പറയാലോ, നമ്മൾ പശുക്കളെ നോക്കുന്നവർക്കാണ് ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. നമ്മളതിനെ കാണുമ്പോൾ അവരുടെ ഒരു പ്രതീക്ഷ ഉണ്ട്, ഇപ്പം വെള്ളം കിട്ടും അല്ലെങ്കിൽ എനിക്ക് വെള്ളം തരാനാണ് വരുന്നത് എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. അത് നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോൾ നമ്മൾ സ്വയം നമുക്ക് ഒന്നും അല്ല കേട്ടോ അതിൻ്റെ മുന്നിൽ. പൈസ ഉണ്ടാക്കുന്നവരുണ്ടാക്കിക്കോട്ടെ, ഉണ്ടാക്കാത്തവരുണ്ടാക്കണ്ട, ഒന്നും വേണ്ട. പക്ഷെ ഇവരെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ടല്ലോ, അത് ലോകത്ത് ഏറ്റവും പൈസേനെക്കാട്ടിയൊക്കെ ആണെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി കേട്ടോ. അപ്പം ഞാൻ പതിവ് പോലെ നമ്മുടെ മക്കൾക്ക് വെള്ളം കൊടുക്കാനായിട്ട് തുടങ്ങി. നമ്മുടെ മക്കളെ നോക്കുന്നത് നമ്മൾ പൈസ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ. അതേപോലെ തന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ മക്കളെ നോക്കുന്നത്. ഒന്നും പ്രതീക്ഷിക്കാതെ നോക്കുമ്പോൾ നമുക്ക് എല്ലാം ഉണ്ടെന്ന് നമുക്ക് സ്വയം തോന്നും. ആര് നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും നമുക്ക് തോറ്റു കൊടുക്കാനുള്ള ഒരു മനസ്സില്ലാതിരുന്നാൽ പോരെ, നമ്മൾ ജയിച്ച് തന്നെ കാണിക്കണം അല്ലേ. നമുക്ക് ചിലപ്പോൾ ഓരോ ഡൗൺ തരുന്നത് നമുക്ക് ഓരോ വിജയത്തിലേക്കായിരിക്കാൻ സാധ്യത ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനും ഇനി താഴ്ന്നു കൊടുക്കുന്നില്ല കേട്ടോ, ആരുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കുന്നില്ല. കാരണം ഇത്രയും ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട്, ഇത്രയും പേര് എനിക്ക് വേണ്ടി സംസാരിക്കാനുണ്ട് എന്ന് എനിക്ക് ഇന്നലത്തെ ഒരൊറ്റ വീഡിയോ കൊണ്ട് മനസ്സിലായി. ഇനി എനിക്ക് എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ ഓരോരുത്തരും ഉണ്ടല്ലോ, എനിക്ക് എന്തെങ്കിലും ചോദിക്കാനായാലും നിങ്ങൾ ഓരോരുത്തരും ഉണ്ടല്ലോ എൻ്റെ കൂടെ എന്നുള്ളൊരു സമാധാനത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വെള്ളം കൊടുക്കൽ ആരംഭിച്ചിട്ടുള്ളത്. എനിക്ക് അത്രയും സന്തോഷമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ഇട്ടു, എനിക്ക് വേണ്ടി ഇത്രയും സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്തല്ലോ, എനിക്ക് അത് തന്നെ വലിയൊരു സന്തോഷമാണ് കേട്ടോ. നമുക്ക് ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ ഇന്നലത്തോട് കൂടിയിട്ട് എനിക്ക് ഇല്ലാതായി. കാരണം എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. എനിക്ക് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഇന്നലത്തെ വരെ ഭയങ്കര ഡൗൺ ആയിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ഓരോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഞാൻ ഫുൾ പവറായിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ മക്കൾ കണ്ടില്ലേ, നമ്മളതിനെ കണ്ടപ്പോൾ വെള്ളം കുടിക്കാനുള്ളൊരു തയ്യാറെടുപ്പിൽ കയറി നിൽക്കുന്നതൊക്കെ കണ്ടില്ലേ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് വെള്ളം കൊടുക്കാതിരിക്കാൻ തോന്നുക, എങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കാൻ തോന്നുക അല്ലേ. അപ്പം ഞാൻ പൈസയോടും മറ്റെന്തിനോടും മറ്റു ആൾക്കാർ എന്നെ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും നോ മൈൻഡാണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട്.
നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല, നമ്മുടെ കാര്യം മാത്രം മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നത് പോലെ ഇനി എൻ്റെ ജീവിതം ഈ മക്കൾക്ക് വേണ്ടിയായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. ആര് കണ്ടില്ലെങ്കിലും ദൈവം എന്ന് പറയുന്ന ഒരാൾ നമ്മളതിനെ കാണാനുണ്ടല്ലോ. അതാണല്ലോ നമ്മുടെ ലോകത്തിൽ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് കേട്ടോ ഇപ്പം എനിക്കും. ആര് നമ്മളെന്നെ താഴ്ത്തിയാലും ആര് നമ്മളെന്നെ വെച്ച് പൈസ ഉണ്ടാക്കിയാലും എനിക്കതൊന്നും ഇനി ഒരു വിഷയമേ അല്ല. ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതാണ് എന്ന് എനിക്ക് അറിയിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് നിങ്ങൾ തന്ന ഓരോ സപ്പോർട്ടും ഓരോ കമൻറ്റും എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്, അത്രയും വലുതാണ് കേട്ടോ. അപ്പം നമ്മുടെ പതിവ് പോലെ നമ്മുടെ മക്കളൊക്കെ ഇതാ നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ട്. എല്ലാവരും നമ്മളതിനെ കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് എത്ര പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് എൻ്റെ ഒരു പാർട്ടാണ് കേട്ടോ പശുക്കൾ എന്ന് പറയുന്നത്. അതെനിക്ക് അറിയില്ല. പക്ഷെ മറ്റുള്ളവർ നമ്മളെന്നെ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സല്ലേ, മനുഷ്യനല്ലേ, എപ്പോഴാണ് താഴ്ന്നു പോകാമെന്നും പറയാൻ പറ്റും. ചിലവരത് കാണാനായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലേ. എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടോ, ഇനി എൻ്റെ ഡൗൺ കാണാനായിരിക്കും ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കുക എന്നൊക്കെ തോന്നിയിട്ടോ. ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു വിഷമേ ഇല്ല. ഞാൻ ഫുൾ ഹാപ്പിയാണ്. എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ കൂടെ നിൽക്കാനും. കുറേ ചേച്ചിമാരും കുറേ ചേട്ടന്മാരും കുറേ കുഞ്ഞനിയന്മാരും അനിയത്തിമാരും ഒക്കെ എനിക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. പിന്നെ നമ്മുടെ എന്താ പറയുക, പവർ എന്ന് പറയുന്നത് നമ്മുടെ പണി തന്നെയാണല്ലേ. 2 ദിവസം പണിയെടുക്കാതിരുന്നാൽ നമ്മൾ പണിയെടുക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് വയ്യാണ്ടായി പോവും. അപ്പോൾ നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ പണി തന്നെ. എത്ര പേര് വർക്കൗട്ട് ചെയ്യാനും ഇതിനൊക്കെ പോയി കാശാണ്. നമ്മുടെ വർക്കൗട്ട് എന്ന് വെച്ചാൽ നമ്മുടെ വട്ടകയറ്റി നടക്കില്ലല്ലേ അല്ലേ. അതിനും പകരം വേറെ വർക്കൗട്ട് ഇല്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ പൈസ കൊണ്ടു കൊടുക്കണില്ല. നമ്മളിവിടെ ജിമ്മിനെ പോയിട്ട് വെയിറ്റ് കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ ഈ ഒരു വെള്ളം കുടിക്കുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ ഒന്നിനും നമുക്ക് കിട്ടില്ല. നമ്മുടെ മക്കൾ ഈ വെള്ളം കുടിക്കുക, നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമല്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ എൻ്റെ മക്കൾ ഇതാ വെള്ളം കുടിക്കുമ്പോഴും എനിക്ക് തോന്നുന്നത്. അവരെന്നെ കുത്തേ പിടിക്കുകയോ ചവിട്ടേ ഒന്നും ചെയ്യില്ല. അത്രയും സന്തോഷമാണ്. ഞാനിപ്പോൾ കൈയൊന്ന് വെച്ച് കൊടുത്താൽ മതി, നമ്മളതിനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് തന്നെ അറിയില്ല. അപ്പോൾ അത്രയും സന്തോഷമാണ് ഇവർക്ക് ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ കിട്ടുന്നത്. അപ്പം ഞാൻ മറ്റുള്ളവരെ എന്നെ ചെയ്ത് നോക്കിയിട്ട് ഇവരെന്നെ ഞാൻ നോക്കാതിരുന്ന് കഴിഞ്ഞാൽ ദൈവം എന്ന് പറയുന്ന ഒരാൾ എന്നോട് ചോദിക്കുമല്ലോ, നിനക്ക് നോക്കാൻ അവസരം തന്നിട്ട് നീ ചെയ്തില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഇപ്പം എനിക്ക് നല്ല അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ നല്ല രീതിയിൽ ഇവർക്ക് വേണ്ടി ജീവിക്കാനാണ് കേട്ടോ എൻ്റെ പ്ലാൻ. അപ്പം നമ്മുടെ മക്കളുടെ വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞു. നല്ല തൊഴുത്തൊക്കെ ഞാൻ വീണ്ടും അടിച്ച് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട് പോലെ തന്നെ ഇരിക്കണം നമ്മുടെ തൊഴുത്തും എന്നുള്ളത് എൻ്റെ വലിയൊരു ഇതാണ് കേട്ടോ. കാരണം പണ്ടൊക്കെ ഭയങ്കര ചളി പിളിയായിട്ട് കിടക്കുന്ന തൊഴുത്താണ് കേട്ടോ. പക്ഷെ ഇപ്പം ഞാൻ ഒരു നേരം ചെളി പിളിയായി ഇടാനൊന്നും സമ്മതിക്കില്ല. അത്രയും വൃത്തിയാക്കിയിട്ട് എപ്പോഴും ഞാൻ ഇടാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പുല്ലൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനി വൈക്കോല് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം നമ്മൾ വൈക്കോല് മുകളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പം മുകളിൽ പോയിട്ട് വൈക്കോലൊക്കെ എടുത്തിട്ട് ഇനി അത് ഇട്ട് കൊടുക്കുക വേണ്ടുള്ളോട്ട്. അപ്പം നമ്മൾക്കിപ്പോൾ കെട്ട് വൈക്കോൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഏറ്റിയിട്ട് വരാനായിട്ടേ. അപ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ്. ഈ ബാക്ക് പെയിൻ ഉള്ളത് കൊണ്ടേ നമുക്ക് അധികമായിട്ട് സ്ട്രെയിൻ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ഉരുട്ടിയിട്ടാണെങ്കിൽ കൊണ്ടുവരാനും പറ്റത്തില്ലല്ലോ. കാരണം ചളിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വല്ലതും ആയിക്കഴിഞ്ഞാൽ ഇവർ തിന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് തിന്നാണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വിഷമമാണല്ലോ, അയ്യോ എന്തോ പറ്റി ഇവർ തിന്നാണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ കുറച്ച് മടിയായിരിക്കുമല്ലോ, കാരണം അവർ തിന്നാതിരിക്കാനുള്ള കാരണം. അപ്പം ഞാനിതാ വൈക്കോല കയറ്റി കൊടുന്ന് ഇടുകയാണ് കേട്ടോ. ഒരു യൂണിയൻ കത്തിലൊക്കെ പോലെ എനിക്ക് ചില നേരത്ത് ഫീൽ ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. അപ്പോൾ അതൊക്കെ കൊടുന്നിട്ട് നമ്മുടെ മക്കൾക്ക് ഇതാ തിന്നാനായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരുടെ അടുത്തേക്ക് എത്തിക്കണ്ടേ, നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കില്ല കേട്ടോ. വൈക്കോലിടുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, കുറേശ്ശെ ഇട്ട് കൊടുക്കണേ പാടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ വൈക്കോലായതുകൊണ്ട് ദഹനം കറക്റ്റ് ആവണമെങ്കിൽ നമ്മൾക്ക് കൂടുതലായിട്ട് ഇട്ട് കൊടുത്താൽ അവർക്ക് ദഹനക്കേട് പിടിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു ലിമിറ്റിനെ മാത്രം കൊടുത്താൽ മതി. അത് പുല്ലായാലും നമ്മളൊരു ലിമിറ്റിനെ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വൈക്കോലാകുമ്പോൾ നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക, നമ്മൾ ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം എരുമകൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര തീറ്റ കൊടുത്താലും അവർ തിന്നുകൊണ്ടിരിക്കും. അവർക്ക് അറിയില്ല അവർക്ക് വിശപ്പ് മാറുന്നുണ്ടോ ഇല്ലയെന്നൊന്നും അവർക്ക് അറിയില്ല. അപ്പോൾ അവർ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതൊക്കെ നിന്ന് തിന്നും. അവസാനം നമ്മളിപ്പോൾ പശുക്കളെങ്ങാനും തിന്നാണ്ട് ബാക്കി ഉണ്ടെങ്കിൽ നമ്മളത് അടിച്ചു കൂട്ടി ഇട്ട് കൊടുത്താലും അവർ തിന്നും. ഞാൻ പരമാവധി അടിച്ചു കൂട്ടി ഇട്ട് കൊടുക്കില്ല കേട്ടോ. കാരണം ഞാൻ അത് വേസ്റ്റ് ഉള്ളത് നമ്മൾ അപ്പം തന്നെ ക്ലിയർ ചെയ്തിട്ട് കൊണ്ട് കളയാണ് ചെയ്യാറ്. കാരണം എനിക്ക് താല്പര്യമില്ല വേസ്റ്റ് ആക്കിയിട്ട് ഇവർക്ക് ഇട്ട് കൊടുത്തിട്ട് ഇവർ തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് ദഹനക്കേട് പിടിക്കുമ്പോൾ നമുക്കത് ഇരട്ടി പണിയാണല്ലോ.
അതുകൊണ്ട് ഒരിക്കലും ഞാൻ അടിച്ചു കൂട്ടിയിട്ട് അവർക്ക് ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. കാരണം നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും വയ്യാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ് എനിക്കത്. എനിക്ക് വെള്ളം കുടിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇവരെ എന്തെങ്കിലും ഡൗൺ ആയിട്ട് കെടുക്കുക. ചിലപ്പോൾ നമ്മളിപ്പോൾ തീറ്റ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പശുക്കൾ കെടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കിക്കോ അവർക്ക് എന്തോ ഒരു അസുഖമുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ അവർക്ക് വരാനിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ എനിക്ക് എപ്പോഴും ഇവർ ആക്റ്റീവായിട്ടിരിക്കുന്നത് കാണാനാണ് കേട്ടോ ഇഷ്ടം. ഇവരെ എപ്പോഴും നല്ല നമ്മളിപ്പോൾ പുല്ലൊക്കെ കൊണ്ടുവരുമ്പോൾ എണീച്ച് നിന്ന് വെപ്രാളം കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെയാണ് അവർ, കുഴപ്പമൊന്നുമില്ല എന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവർക്കും പുല്ലിട്ട് കൊടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുല്ലിട്ട് കൊടുക്കാണ്ട് നോക്കി നിൽക്കണം ഓരോരുത്തരായിട്ട്. അപ്പോൾ ഇതാ എല്ലാവർക്കും വൈക്കോലൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ തൊഴുത്തൊക്കെ ഇതാ വീണ്ടും സെറ്റാക്കി അടിച്ച് കഴുകി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 4 മണിയാവുമ്പോൾ അടുത്തത് ഈ വൈക്കോലൊക്കെ അടിച്ച് കൂട്ടി വൃത്തിയാക്കി കളഞ്ഞിട്ട് ഞാൻ വീണ്ടും തൊഴുത്തൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ട് പിന്നെ പച്ചവെള്ളം അടിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ സാധാരണ ചെയ്യാറ്. അപ്പോൾ അവർക്ക് വെള്ളം ദാഹവും മാറുകയും ചെയ്തു. നമുക്കൊരു ഫുള്ളായിട്ട് തൊഴുത്തൊക്കെ അടിച്ച് കഴുകിയിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാവും ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ തൊഴുത്തും മുറ്റും എല്ലാവിടെയും അടിച്ച് കഴുകിയിട്ട് നമ്മുടെ സുന്ദരി പാറുവിനെ നമ്മളിന്ന് കുളിപ്പിച്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ പാറും അതാ കുളിച്ച് സുന്ദരി മണിയായിട്ട് നിൽപ്പാണ്. അപ്പോൾ അവളേനും ഇന്ന് കുളിപ്പിക്കേണ്ടത് കുറേ നാളെ അവളേനും കുളിപ്പിച്ചിട്ട്. അപ്പോൾ നമ്മുടെ പാലും പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.